ഞാനിവിടെ ഒരു 8-10 കഷ്ണം എല്ലില്ലാത്ത ചിക്കനാട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഒരു 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഒരു ശകല ഉപ്പ്, ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ഇങ്ങനെ പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതായത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ ഒരു ഇച്ചിരി കൂടി ലൂസായിട്ടുള്ള രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റും, ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തതാണ്. ആ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നേച്ചാൽ മതി കേട്ടോ. എനിക്ക് ശകലം മല്ലിയിലയും നമ്മൾ മിക്സിക്കകത്ത് ഇങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നത് മിക്സിക്കകത്ത് ക്രഷ് ചെയ്തിട്ട് ചിക്കനാണ്. അപ്പോൾ ആ ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ശകലം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതാ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡോയാണ്, അതിൽ നിന്ന് പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി പരത്തിയതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട്, ഒരു പാത്രത്തിൻ്റെ അടപ്പാണ്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇങ്ങനെ സാധനം ഉള്ളത് റൗണ്ടിലുള്ളത് അതുകൂടി ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പരത്തിനേക്കാളും എളുപ്പം ഇതേപോലെ മൊത്തത്തിൽ പരത്തിയിട്ട് മുറിച്ച് എടുക്കുന്നതാണ്. ഇനി ആ ബാലൻസ് ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അത് വീണ്ടും ഇതേപോലെ നമുക്ക് പരത്തി മുറിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നടുക്കോട്ട് ഫില്ലിങ് വെക്കുക. ഇനി ഇതാ നമ്മൾ സാരി ഞൊറിയുന്ന പോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ, വട്ടത്തിലിങ്ങനെ. എല്ലാം ഞൊറി എടുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി പിടിക്കുക, ഒന്നങ്ങോട്ട് തിരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ മോമോയുടെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 15-20 എല്ലാം. പിന്നെ ആ മാവ് മാത്രം ഒന്ന് വെന്താൽ, ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്. ചിലരിങ്ങനെ ചിക്കൻ വേവിക്കാണ്ടാണ് എടുക്കുന്നത്. നമുക്ക് ആ ടേസ്റ്റ് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവി കയറി ഇതാ നമ്മുടെ മോമോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ.